നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പുലിക്കളിക്കെതിരെ ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ നടത്തിയ വിവാദ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. ശ്രീരാമൻ മാപ്പു പറയണമെന്ന് പുലിക്കളി സംഘടനകൾ. പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി VK ശ്രീരാമൻ. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദിറിൽ കണ്ടത് യുവത്വത്തിന്റെ ശക്തിയും മനോഹാരിതയും കൂട്ടായ്മയുമാണെന്ന് നടൻ പ്രകാശ് രാജ്. എരുമപ്പെട്ടി പഴവൂരിൽ ആടുമോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഒറ്റപ്പാലം സ്വദേശി നസീർ, ഇയാളുടെ മകൻ ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 395 രൂപ വർദ്ധിച്ച് 14,600 രൂപയും പവന് 3,160 രൂപ വർദ്ധിച്ച് 1,16,800 രൂപയുമായി. കോലഴി കിഴക്കേ ചേലപ്പാടം പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യവും തെരുവുനായ ശല്യവും മൂലം കർഷകർ ദുരിതത്തിൽ. പുതുകുളങ്ങര പ്രമോദ്, സേവിയർ ചിരിയങ്കണ്ടത്ത് എന്നിവരുടെ 13 ഏക്കർ നെൽകൃഷിക്കായി വിത്ത് വിതച്ചത് കാട്ടുപന്നികൾ നശിപ്പിച്ചു. പാലക്കാട് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് 4 വയസ്സുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ എരിശ്ശേരി പാലം പടിയത്ത് അറപ്പപ്പുറത്ത് ബിനാസിന്റെ മകൻ റൈഹാനാണ് മരിച്ചത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനാചരണം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി പെരുന്തുരുത്തി സെന്ററിൽ യുവാക്കൾക്ക് നേരെ ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയ കേസിൽ പ്രതികൾ അറസ്റ്റിൽ. പെരുന്തുരുത്തി സ്വദേശികളായ ശ്രീജിത്ത്, മിഥുൻ കൃഷ്ണ എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. തുമ്പപ്പൂ ചെടിയെ വംശനാശം സംഭവിക്കാതെ സംരക്ഷിച്ച് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ കുട്ടികൾ. ഓണക്കാലത്ത് പൂക്കളം ഒരുക്കുന്നതിനു വേണ്ടിയാണ് സ്കൂളിന്റെ നടുമുറ്റത്ത് തുമ്പച്ചെടികൾ നട്ടുവളർത്തിയത്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും പാട്ടിനെ കൂട്ടുപിടിച്ച് മുന്നേറുന്ന കാഴ്ചപരിമിതിയുള്ള ദമ്പതികൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു കൂട്ടം കലാകാരന്മാർ ഗുരുവായൂരിൽ ഒരുമിക്കുന്നു. V4 മ്യൂസിക് ബാൻഡ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അവണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ നരങ്ങത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പതിയാരത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പതിയാരം പള്ളിക്ക് സമീപം മുരിങ്ങാത്തേരി ജോസിന്റെ വീട്ടുവളപ്പിലാണ് മലമ്പാമ്പിനെ കണ്ടത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ ബസ്സും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസ് പാടത്തേക്ക് ചെരിഞ്ഞു. ദേശീയപാത വാണിയമ്പാറയിൽ 2 പാഴ്സൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് വാഹനങ്ങൾ മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ക്ഷേമ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കണമെന്നും പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് CPM ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചെമ്മന്തിട്ട വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ അധ്യക്ഷനായി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി KM ശശിധരൻ നമ്പൂതിരി സ്ഥാനമേറ്റു. നറുക്കെടുപ്പിലൂടെയാണ് കക്കാട് മനാസ് ശശിധരൻ നമ്പൂതിരി മേൽശാന്തിയായി സ്ഥാനമേറ്റത്.
സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ എറവ് പരക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാർ നയത്തിനെതിരെ കുണ്ടന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ CPM പ്രതിഷേധ സമരം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി തകർക്കുന്ന സംസ്ഥാന സർക്കാർ നയത്തിനെതിരെ കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുന്നിൽ CPM നടത്തിയ സമരം ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷനായി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം വർദ്ധിപ്പിക്കാൻ മന്ത്രി OJ ജനീഷിന്റെ ഇടപെടൽ. നിലവിലെ സർക്കാർ സഹായമായ 50,000 രൂപയിൽ നിന്നും മതിയായ വർധനവ് ആവശ്യപ്പെട്ടാണ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന് കത്ത് നൽകിയത്. CPMന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് വൃദ്ധസമിതി പകൽ വീടിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ട്രഷറർ ഗിരീഷ് പടൂക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.